നിയമാവർത്തനം 12-ാം അധ്യായം. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശപ്പെടുത്താനായി നൽകുന്ന ദേശത്ത് ഭൂമിയിൽ ജീവിക്കുന്ന കാലമത്രയും നിങ്ങൾ അനുവർത്തിക്കാൻ ശ്രദ്ധിക്കേണ്ട ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും ഇവയാണ്. നിങ്ങൾ ഒഴിപ്പിക്കുന്ന ജനതകൾ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുന്നിടത്തെ എല്ലാ സ്ഥലങ്ങളും, ഉയർന്ന മലകളിലാകട്ടെ കുന്നുകളിലാകട്ടെ ഏത് പച്ചമരച്ചുവട്ടിലുമാകട്ടെ, നിങ്ങൾ നിശേഷം നശിപ്പിക്കണം. അവരുടെ ബലിപീഠങ്ങൾ മറിച്ചിടണം, സ്തംഭങ്ങൾ തകർക്കണം, അവരുടെ അക്ഷേരാകളെ തീയിൽ ചുട്ടരിക്കണം, അവരുടെ ദേവവിഗ്രഹങ്ങൾ വെട്ടിവീഴ്ത്തണം. ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ അവരുടെ നാമം ഇല്ലായ്മ ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനായി നിങ്ങൾ അപ്രകാരം ചെയ്യരുത്. നേരെ മറിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനുള്ള ഇടമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നീ വന്ന് അവിടെ നിങ്ങൾ അവിടത്തേക്ക് വാസസ്ഥാനം അന്വേഷിക്കണം. അവിടേക്ക് നിങ്ങൾ നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ബലികൾ, ദശാംശങ്ങൾ, കൈക്കാണിക്ക, നേർച്ചകൾ, സ്വാഭീഷ്ടക്കാഴ്ചകൾ എന്നിവയും ആടുമാടുകളുടെ കടിഞ്ഞൂലുകളും കൊണ്ടുവരണം. അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം. നിങ്ങളുടെ കരത്തിൻ്റെ ഓരോ യത്നത്തിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണല്ലോ. ഇനി നമ്മളെല്ലാം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പോലെ അവനവൻ്റെ ദൃഷ്ടിയിൽ ശരിയായതെല്ലാം നിങ്ങൾ ഓരോരുത്തരും ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന വിശ്രമത്തിലേക്കും അവകാശത്തിലേക്കും ഇതുവരെ നിങ്ങൾ പ്രവേശിച്ചിട്ടില്ല. നിങ്ങൾ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അവകാശികളാക്കുന്ന ദേശത്ത് വാസമുറപ്പിക്കും. ചുറ്റുമുള്ള നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് സ്വസ്ഥത തരും. നിങ്ങൾ സുരക്ഷിതരായി താമസിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം വസിക്കാനായി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം അവിടെയുണ്ടായിരിക്കും. അവിടേക്ക് ഞാൻ നിങ്ങളെ അനുശാസിക്കുന്നവയെല്ലാം, നിങ്ങളുടെ ഹോമയാഗങ്ങളും ബലികളും ദശാംശങ്ങളും കൈക്കാണിക്കയും നേർച്ചകളും, നിങ്ങൾ കർത്താവിന് നേരുന്ന എല്ലാ ഉത്തമ വഴിപാടുകളും കൊണ്ടുവരണം. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളും നിങ്ങളുടെ പുത്രീപുത്രന്മാരും ദാസീദാസന്മാരും സന്തോഷിക്കണം. ഒപ്പം നിങ്ങളുടെ കവാടങ്ങൾക്കുള്ളിലുള്ള ലേവായനും. നിങ്ങളോടുകൂടെ അവന് ഓഹരിയും അവകാശവുമില്ലല്ലോ. കാണുന്നിടത്തൊക്കെ നീ നിന്റെ ഹോമയാഗങ്ങൾ അർപ്പിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നേരെ മറിച്ച് നിന്റെ ഗോത്രങ്ങളിലൊന്നിൽ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലത്താണ് നീ നിന്റെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടത്. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതെല്ലാം നീ അവിടെ അനുഷ്ഠിക്കുകയും വേണം. നിന്റെ കവാടങ്ങളിലെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന അവിടുത്തെ അനുഗ്രഹത്തിനനുസരിച്ച് നിന്റെ എല്ലാ ആത്മാഭിലാഷത്തിനുമൊത്ത് മൃഗത്തെ കൊന്ന് മാംസം ഭക്ഷിച്ചുകൊള്ളുക. മലിനനും ശുദ്ധിയുള്ളവനും അത് കലമാന എന്ന പോലെയും പുള്ളിമാന എന്ന പോലെയും ഭക്ഷിക്കാം. നിങ്ങൾ രക്തം ഭക്ഷിക്കരുതെന്ന് മാത്രം. അതു നീ വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. നിന്റെ ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശമോ ആടുമാടുകളുടെ കടിഞ്ഞൂലുകളോ നീ നേരുന്ന നേർച്ചകൾ എന്തെങ്കിലുമോ സ്വാഭീഷ്ടക്കാഴ്ചകൾ, കൈക്കാണിക്ക എന്നിവയോ നിന്റെ കവാടങ്ങൾക്കുള്ളിൽ വെച്ച് നിനക്ക് ഭക്ഷിക്കാനാവില്ല. പ്രത്യുത നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് നീയും നിന്റെ പുത്രീപുത്രന്മാരും ദാസീദാസന്മാരും നിന്റെ കവാടങ്ങൾക്കുള്ളിലുള്ള ലേവായനും അത് ഭക്ഷിക്കട്ടെ. സ്വന്തം കരത്തിൻ്റെ അധ്വാനത്തെപ്പറ്റി നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്ക് സന്തോഷിക്കാം. നിന്റെ ഭൗമിക കാലമത്രയും ലേവായനെ അവഗണിക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചു കൊള്ളുക. നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് വാഗ്ദാനം ചെയ്തതനുസരിച്ച് നിന്റെ അതിർത്തി വിസ്തൃതമാക്കുമ്പോൾ നീ മാംസം തിന്നാൻ കൊതിക്കുന്നതിനാൽ ഞാൻ മാംസം കഴിക്കട്ടെ എന്നു നീ പറയും. നിന്റെ ആത്മാഭിലാഷത്തിനൊത്ത് നീ മാംസം ഭക്ഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നിടമായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം നിന്നിൽ നിന്ന് വിദൂരത്താണെങ്കിൽ കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ആടുമാടുകളെ കൊന്ന് നിന്റെ കവാടങ്ങൾക്കുള്ളിൽ വെച്ച് തന്നെ നിന്റെ ആത്മാഭിലാഷത്തിനൊത്ത് ഞാൻ നിന്നെ അനുശാസിച്ചിട്ടുള്ളതുപോലെ നിനക്ക് ഭക്ഷിക്കാം. കലമാനും പുള്ളിമാനും ഭക്ഷിക്കപ്പെടുന്നതെങ്ങനെയോ അങ്ങനെ അത് നിനക്ക് തീർച്ചയായും ഭക്ഷിക്കാം. ശുദ്ധിയുള്ളവനും മലിനനും ഒരുമിച്ച് അത് ഭക്ഷിക്കാം. ഏതായാലും രക്തം ഭക്ഷിക്കാതിരിക്കാൻ നിഷ്കർഷയുള്ളവനായിരിക്കുക. കാരണം
രക്തമാണ് ജീവൻ. നീ മാംസത്തോടൊപ്പം ജീവൻ ഭക്ഷിക്കരുത്. നീ അത് ഭക്ഷിക്കരുത്. അത് ജലം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. നീ അത് ഭക്ഷിക്കാതിരിക്കുന്നത് നിനക്കും നിനക്കു ശേഷം നിന്റെ മക്കൾക്കും നന്മയുണ്ടാകാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായതാണല്ലോ നീ പ്രവർത്തിക്കേണ്ടത്. നിനക്കുള്ള വിശുദ്ധ വസ്തുക്കളും നേർച്ചകളും ചുമന്ന് കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നീ ചെല്ലേണ്ടതുമുണ്ട്. നിന്റെ ഹോമയാഗങ്ങളായ മാംസവും രക്തവും അവിടെ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിന്മേൽ നീ സമർപ്പിക്കണം. എന്നാൽ നിന്റെ ബലികളുടെ രക്തം നിന്റെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് ഒഴിക്കപ്പെടണം. മാംസമാകട്ടെ നിനക്ക് ഭക്ഷിക്കാം. നിനക്കും നിനക്കു ശേഷം നിന്റെ മക്കൾക്കും എന്നേക്കും നന്മയുണ്ടാകാൻ വേണ്ടി ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ നല്ലതും ശരിയായതുമാണല്ലോ നീ പ്രവർത്തിക്കേണ്ടത്. നീ ഒഴിപ്പിക്കാനായി പോകുന്നിടത്തെ ജനതകളെ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ മുമ്പിൽ നിന്ന് വിച്ഛേദിക്കുമ്പോൾ നീ അവരെ നിഷ്കാസനം ചെയ്ത് അവരുടെ ദേശത്ത് വസിക്കണം. അവർ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കപ്പെട്ട ശേഷം അവർക്ക് പിന്നാലെ കെണിയിലകപ്പെടാതിരിക്കാനും എപ്രകാരം ഈ ജനതകൾ തങ്ങളുടെ ദേവന്മാരെ സേവിച്ചുവോ അപ്രകാരം ഞാനും ചെയ്യും എന്ന് ആത്മഗതം ചെയ്ത് അവരുടെ ദേവന്മാരോട് ആരായാതിരിക്കാനും നീ സൂക്ഷിച്ചു കൊള്ളുക. നിന്റെ ദൈവമായ കർത്താവിനോട് നീ അപ്രകാരമല്ല ചെയ്യേണ്ടത്. എന്തെന്നാൽ അവിടുന്ന് വെറുക്കുന്ന സകല കർത്തൃനിന്ദയുമാണ് അവർ തങ്ങളുടെ ദേവന്മാർക്കു വേണ്ടി ചെയ്യുന്നത്. അതെ, അവർ തങ്ങളുടെ ദേവന്മാർക്കു വേണ്ടി തങ്ങളുടെ പുത്രീപുത്രന്മാരെ പോലും അഗ്നിയിൽ ദഹിപ്പിക്കുന്നു.